Lord. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്കൊരിക്കൽ കൂടി നമ്മുടെ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിൽ കർത്തനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി കടന്നു വരുവാനും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ഈ ഇന്ന് വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിൽ ഇന്ന് അനുഗ്രഹീതമായ സാക്ഷ്യം നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ബാബു തോമസിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ പകൽക്കാലത്തിങ്കിൽ അനുഗ്രഹീതമായ നിമിഷങ്ങൾ കർത്താവ് തന്നു. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ പകൽ വേളയെങ്കിൽ കർത്താവിന്റെ ദാസിനെ കർത്തനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് വളരെ ആദരവോടും വളരെ പ്രാർത്ഥനയോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം കർത്തദാസിന്റെ സാക്ഷ്യം കേൾക്കുവാൻ വളരെ താല്പര്യപൂർവ്വമായിരിക്കുന്നു, വളരെ ഉത്സാഹത്തോടെ ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസിന്റെ ജീവിതത്തിൽ നല്ല ബാല്യകാല ഓർമ്മകൾ, കർത്താവ് നടത്തിയ വിധങ്ങൾ, കർത്താവ് ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇവയൊക്കെയും ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിനായിട്ടും അവരുടെ ജീവിതത്തിൽ ദൈവനാമം മഹത്വപ്പെടുവാനും കർത്താവിലേക്ക് അടുപ്പിക്കേണ്ടതിനുമായിട്ട് കർത്തദാസനിലൂടെ ഞങ്ങൾ സാക്ഷ്യം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനുതകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യത്തെ നൽകേണ്ടതിന് ഞങ്ങളുടെ അഭിഷിക്തനെ കരങ്ങളിൽ വഹിക്കണമേ. ആരോഗ്യവും ബലവും ശക്തിയും കൊടുത്ത് മാനിക്കണം. ദൈവകൃപയിൽ പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസനെ ഞങ്ങൾ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ഞങ്ങളുടെ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലേക്ക്, ഞങ്ങളുടെ സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാക്ഷി കൂടാരത്തിലേക്ക് സാക്ഷ്യത്തിനായി എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ഭാരവാഹികളും പ്രത്യാൽ കർത്താവിന്റെ ദാസി വീണ സിസ്റ്റർക്കും തന്റെ കുടുംബത്തിന് തന്റെ കൂടെയുള്ള എല്ലാ പ്രവർത്തകർക്കുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങള് ഏതാണ്ട് എന്റെ അറിവിൽ ഒരു 280 വർഷത്തെ ഓർത്തഡോക്സിന്റെ പാരമ്പര്യം, 280 വർഷത്തെ കുടുംബചരിത്രം പറയാനുണ്ട്, എഴുതപ്പെട്ടതുണ്ട്. അങ്ങനെ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ 6 മക്കൾ, അതിൽ 4 ആണും 2 പെണ്ണുമായിട്ട് 6 മക്കളായിരുന്നു. 4 ആണും 2 പെണ്ണും ആയിരുന്നു. 4ാമതായിട്ട് ഞാൻ ജനിച്ചു. ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങള് മക്കൾ ഒത്തിരി ആയതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ വളർത്താൻ കൊടുത്തു. എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മയ്ക്ക്. അപ്പൊ ഫലത്തിൽ ഞാനൊരു അനാഥനായിട്ടാണ് വളർന്നത്. എല്ലാവരും ഉണ്ടെങ്കിലും മറ്റു സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇല്ലാതെ എൻ്റെ താഴെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ആളൊത്തിരി ആയതുകൊണ്ട്, പിള്ളേരൊത്തിരി ആയതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ കുസൃതിക്കാരനും കൂടെ ആയിരുന്നു. അല്പം പിടിപിടിപ്പുള്ള ഒരു കുട്ടി ആയിരുന്നത് കൊണ്ട് എൻ്റെ അമ്മ എന്നെ വല്യമ്മയ്ക്ക് വളർത്താൻ കൊടുത്തു. അത് ഒരു 8 വയസ്സ് വരെ വല്യമ്മയുടെ കൂടെ ആയിരുന്നു. വല്യമ്മ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വല്യമ്മച്ചി ആയതുകൊണ്ട് അമ്മച്ചിയുടെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ ബാല്യപ്രായത്തിൽ എൻ്റെ ഹൃദയത്തിൽ വളരെ സ്പർശിക്കാനിടയായി. കർത്താവിനെ മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പള്ളിയിൽ അച്ഛനായി തീരണമെന്ന് വലിയ ആഗ്രഹം ചെറുപ്പത്തിലുണ്ടായിരുന്നു. എന്നാൽ 1966 എനിക്ക് 9 വയസ്സ് ആയപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ എൻ്റെ അപ്പച്ചനും ഒക്കെ മലബാറിലേക്ക് നിലമ്പൂർ എന്ന സ്ഥലത്തേക്ക് കുടിയേറി പാർത്തു. ഞങ്ങൾ 6 മക്കളുമായിട്ട് എൻ്റെ അപ്പച്ചനും അമ്മയും എൻ്റെ വല്യപ്പച്ചൻ മറ്റ് സഹോദരങ്ങളുമായിട്ട് കുടിയേറി പാർത്ത് അവിടെ താമസമായി. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്നു. ഏതാണ്ട് 3 വയസ്സിൽ എൻ്റെ അമ്മച്ചി എന്നെ കൊണ്ടുപോയതാണ്. പിന്നെ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നു 9ാമത്തെ വയസ്സിൽ. 6 വർഷം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വല്യമ്മച്ചോട് ഒരു അനാഥന ബാലനെ പോലെ അമ്മച്ചി ഉണ്ടെങ്കിലും മറ്റു അനേക പ്രയാസങ്ങൾ ആ കാലഘട്ടത്തിൽ ബാല്യത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ എൻ്റെ മനസ്സിനെ അന്നത്തെ മുറിവ് പോലെ തന്നെ ഇന്നും അത് ഓർമ്മയായിട്ട് കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ചെറുപ്രായത്തിൽ പഠിക്കുവാൻ വളരെ മിടുക്കനായിരുന്നു, ഉത്സാഹിയായിരുന്നു. എന്നാൽ 1970 എൻ്റെ അപ്പച്ചൻ പാരലൈസ് ആയി തീർന്നു. ഞാനൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട മലബാറിൽ സമ്പന്ന കുടുംബം എന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ അപ്പച്ചനും എൻ്റെ അപ്പച്ചൻ്റെ അനിയനും കൂടെ 30 ഏക്കർ ഭൂമിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടെങ്കിലും എൻ്റെ വല്യപ്പച്ചൻ എൻ്റെ അപ്പച്ചനുമായിട്ടുള്ള ഒരു മാനസിക പൊരുത്തക്കേട് കൊണ്ട് 1 സെന്റ് സ്ഥലം പോലും ഞങ്ങൾക്ക് തരാതെ ഇത് മുഴുവൻ ഞങ്ങളുടെ അപ്പച്ചൻ്റെ അനിയനും ഉപ്പാപ്പനും മറ്റു പലർക്കും കൊടുത്തു. എൻ്റെ അപ്പച്ചന് കർക്കശക്കാരനായതുകൊണ്ട് എൻ്റെ വല്യപ്പച്ചൻ മനസ്സോടെ തരാത്ത 1 സെന്റ് ഭൂമി പോലും വേണ്ട എന്ന് പറഞ്ഞ് എന്റെ അപ്പച്ചൻ അധ്വാനിച്ചുണ്ടാക്കിയ
ചില സ്വത്തുണ്ട്. അതിൽ ഞങ്ങൾ താമസിച്ച ഞങ്ങളുടെ കുടുംബം മുൻപോട്ട് പോകുമ്പോൾ എന്റെ അപ്പച്ചൻ 1970 പാരലൈസ് ആയിപ്പോയി. പിന്നെ ജോലി ചെയ്യാൻ ആരുമില്ല. 71 എന്റെ അമ്മയുടെ 2 കണ്ണിലും ചുണ്ണാമ്പ് വീണു. അങ്ങനെ 2 കണ്ണും പൊള്ളിപ്പോയി. എന്റെ അമ്മയ്ക്ക് 2 കണ്ണും കാണാൻ വയ്യാത്ത സാഹചര്യം വന്നു. അതിന്റെ ഇടയിൽ 2.5 വയസ്സുള്ള എന്റെ അനുജൻ, ഏറ്റവും ഇളയ അനുജൻ 2.5 വയസ്സായപ്പോൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ആ കാലത്ത് പള്ളി ഒന്നും അടുത്തില്ല. ഏതാണ്ട് 10-20 കിലോമീറ്ററോളം ദൂരം നടന്നു പോയിട്ടാണ് പള്ളി എന്റെ അനിയനെ എന്റെ ശവം അടക്കിയത്. പിന്നീട് ഞങ്ങൾക്ക് അടുത്ത് പള്ളിയൊക്കെ വന്നു. അങ്ങനെ വളർന്ന് 9ാം ക്ലാസ് എന്റെ അപ്പച്ചനും അമ്മച്ചിയും 2 പേരും ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പ്രയാസപ്പെട്ടു കഴിഞ്ഞപ്പോൾ വളരെ കഷ്ടങ്ങളുടെയും പട്ടിണിയുടെ ഒക്കെ ദാരിദ്ര്യത്തിന്റെ നടുവിലൂടെ കടന്നുപോയി. തൊട്ടടുത്ത് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് എന്റെ വല്യപ്പച്ചനും ഉപ്പാപ്പനും കൊച്ചമ്മയും ഒക്കെ ഉണ്ട്. പത്തായം നിറച്ച് അരി കിടക്കുമ്പോൾ, നെല്ല് കിടക്കുമ്പോൾ, പറമ്പ് നിറച്ച് കൃഷിയും കപ്പയും കാര്യങ്ങളും ഉള്ളപ്പോൾ അവരുടെ ആ വീട്ടില് വേണ്ട 20ലധികം കന്നുകാലികളുണ്ട്. ആ കന്നുകാലികൾക്ക് കൊടുക്കുന്ന കാടിക്കകത്തിട്ട് കൊടുക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് വയറ് നിറയാമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി, പട്ടിണിയുടെയും പരിവർത്തനം. പക്ഷേ ദൈവത്തിന്റെ ഭയം ഞങ്ങളുടെ ജീവിതത്തിൽ പള്ളിയിലായിരുന്നെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ മുൻപോട്ട് വന്നു. പഠിത്തം, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ 9ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയാതെ മുൻപോട്ട് പോകാനുള്ള നിവർത്തിയില്ലാത്ത സാഹചര്യം വന്നു. ആമീൻ. എന്ന് പറഞ്ഞാൽ എന്റെ അപ്പച്ചനെയും എന്റെ മൂത്ത സഹോദരി, എന്റെ അനുജൻ, ഞാനടക്കം എന്റെ അമ്മയടക്കം ഞങ്ങള് 5 പേരെ നോക്കേണ്ട, ബാക്കിയുള്ളവരൊക്കെ ഓരോ സാഹചര്യങ്ങളിലേക്ക് മാറി 5 പേര് നോക്കേണ്ട ഉത്തരവാദിത്വം 9ാം ക്ലാസ്സുകാരന് എന്റെ തലയിൽ എന്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ പഠിത്തം നിർത്തി. ആദ്യം ഞാൻ കൂലിപ്പണിക്ക് വന്ന 4 രൂപ കൂലിപ്പണിക്ക് പോകേണ്ട സാഹചര്യം വന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം 7 രൂപ കൂലി കിട്ടുന്ന പാറമടയിൽ പാറയടിക്കാൻ, കല്ലടിക്കാൻ പാറമടയിൽ ജോലിക്ക് പോയി. കൂലി കൂടുതൽ കിട്ടിയാൽ എന്റെ വീട്ടിൽ ദാരിദ്ര്യമൊക്കെ മാറി എല്ലാവരെയും സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാമെന്ന്. പക്ഷെ അതെന്റെ ജീവിതത്തെ ഒരു വഴിത്തിരിവായി പാപത്തിന്റെ പടുകുടിയിലേക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറമടയിലെ മദ്യപാനികളും കൂട്ടുകാരുമായിട്ടുള്ള സ്ഥിരം ഒരു മദ്യപാനിയായിട്ട് മാറി. അപ്പോൾ തന്നെ ചെറുപ്രായത്തിൽ എന്റെ അപ്പച്ചനും എന്റെ വല്യപ്പച്ചനും ഒക്കെ കൊടുത്ത സ്ഥലത്താണ് ഞങ്ങളുടെ ഓർത്തഡോക്സ് പള്ളിയുള്ളത്. എന്റെ ജ്യേഷ്ഠൻ ഇപ്പോഴും അച്ഛനാണ്. ഞാനും ഓർത്തഡോക്സ് പള്ളിയിലെ ശുശ്രൂഷകനായിരുന്നു. ബാല്യത്തിൽ അച്ഛനുമായിട്ടുള്ള അടുപ്പത്തിൽ പള്ളിയിലെ കൈക്കാരൻ ശുശ്രൂഷകനുമായിട്ടൊക്കെ ഞാൻ മുൻപോട്ട് കടന്നുപോയി. ഞായറാഴ്ച ദിവസങ്ങളിലെ കുർബാന ഞാനാണ് ഉണ്ടാക്കി ഓർത്തഡോക്സ് പള്ളി സഭയിലെ കാസായാലും പീലാസായാലും അപ്പവും വീഞ്ഞും നിറച്ചു വെക്കുന്നത് ഞാനായിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശനിയാഴ്ച രാത്രി ഗോതമ്പ് മാവെടുത്ത് ചെറിയ ഒരു ചപ്പാത്തിയുടെ ബോള് പോലെ ഉണ്ടാക്കി കുഴച്ചു വെക്കും. ഉണക്കമുന്തിരിങ്ങ വെള്ളത്തിലിട്ട് കഴുകി അത് വെള്ളത്തിലിട്ട് വെച്ചേക്കും. രാവിലെ എഴുന്നേറ്റ് ധൂപക്കുറ്റിക്കകത്ത് കരിയിട്ട് തീ കൊടുത്ത് ചട്ടുകത്തിന്റെ മേൽ ഒളിവെണ്ണ തേച്ച് ഈ 6 കുരിശടയാളമുള്ള ഒരു പാത്രത്തിൽ ഈ അപ്പം പരത്തും. എന്നിട്ടത് ചൂടായ ചട്ടുകത്തിന്റെ മുകളിലോട്ട് ഒലിവെണ്ണ തേച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാകും. അത് ആ ധൂപക്കുറ്റിയിൽ നിന്ന് ചൂട് വെച്ച കർത്താവിന് മുഖത്തുണ്ടാകട്ടെ ഈ അപ്പം ചട്ടുകത്തിൽ ഇരുന്ന് വേഗം അത് തിരിച്ചു മറിച്ചിട്ട് അതാണ് പീലാസ എന്ന് പറഞ്ഞ വട്ടത്തിലുള്ള പാത്രത്തിൽ വെക്കുന്നത്. ഉണക്കമുന്തിരിങ്ങ കഴുകി ഞെരടി പിഴിഞ്ഞ് അരിച്ചെടുത്ത് അത് വീഞ്ഞായിട്ട് കാസായിക്കാതെ അതാണ് വിശുദ്ധ കുർബാനയായിട്ട് വെക്കുന്നത്. അങ്ങനെ എന്റെ ചെറുപ്രായത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പള്ളിയിലെ ഭക്തനാണ്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ മദ്യപാനത്തിന്റെ അടിമത്തിലും ലോകത്തിന്റെ ഇമ്പങ്ങളിലും ആയ അനുഭവത്തിലൂടെ കടന്നുപോയി. എന്നാലും എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവഭയം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന പാപമാണെന്നുള്ള ബോധം എന്റെ അകത്തുണ്ട്. ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു, ഈ പാപമംഗലമായ ജീവിതത്തിന് എനിക്കൊരു മോചനം ആവശ്യമാണ്. അങ്ങനെ ജീവിതമായിട്ട് മുൻപോട്ട് കടന്നുപോയി. 19 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ മൂത്ത സഹോദരിയെ 22 വയസ്സ് പ്രായമുണ്ട് എന്റെ മൂത്ത സഹോദരിക്ക്. അവളെ വിവാഹം കഴിച്ചയക്കാൻ കാശില്ല. ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, 3 ഏക്കർ സ്ഥലം മലബാറിലുണ്ട്. അത് വിറ്റ സഹോദരിയെ വിവാഹം കഴിക്കണം, അപ്പൊ ഞങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടും. അങ്ങനെ 19 വയസ്സുകാരനാണ് ഞാൻ. എന്റെ സഹോദരിയെ വിവാഹം കഴിച്ചയക്കാൻ വേണ്ടി 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അറേഞ്ച് മാര്യേജായിട്ട് വിവാഹം കഴിച്ച്
ആ സ്ത്രീധനം മേടിച്ച് എന്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കാനുള്ള ക്രമീകരണ ഉത്തരവാദിത്വം എനിക്ക് വന്നു. ഒരേ ദിവസം എന്റെ പെങ്ങളുടെയും എന്റെയും വിവാഹം നടന്നു. അങ്ങനെ കാര്യങ്ങൾ ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വന്നു. ഞാന് 1985 കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്, മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം ജില്ല കോട്ടയ്ക്കൽ, അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ദുബായിലൊക്കെ വളരെ ആളുകൾ ദുബായി പോവുകയും ഇഷ്ടംപോലെ പൈസ ഒക്കെ സമ്പാദിച്ചു വരുന്നൊരു കാലഘട്ടമുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന ഉടമസ്ഥൻ എന്നോട് ചോദിച്ചു, ബാബു നിനക്ക് ഗൾഫിൽ പോകണോ? ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഇല്ലല്ലോ. എന്നോട് അദ്ദേഹം ചോദിച്ചു, പൈസയുടെ കാര്യം ഞാൻ ചോദിച്ചില്ല, നിനക്ക് പോകണമോ? ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹമുണ്ട്. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. അന്ന് അദ്ദേഹം എന്റെ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത്, അന്നത്തെ പാസ്പോർട്ട് എടുക്കാൻ 110 രൂപയാണ്. ആ 110 രൂപ അദ്ദേഹം കൊടുത്ത് എനിക്ക് പാസ്പോർട്ട് എടുത്തു തന്നു. അത് അന്ന് ഫോട്ടോ കോപ്പി ഇല്ല, നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മെഷീൻ ഇല്ല, ടൈപ്പ് റൈറ്റ് ചെയ്തിട്ടാണ് അന്ന് ഫോട്ടോ കോപ്പി എടുക്കുന്നത്. ഇതിന്റെ ടൈപ്പ് റൈറ്റ് ചെയ്ത് കോപ്പി കൊണ്ട് വിദേശത്ത് എന്റെ ഫോട്ടോയും കൂടെ കൊടുത്ത്, അങ്ങനെ എനിക്ക് 85 വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിസ കിട്ടി. ആ വിസയും ടിക്കറ്റും കൂടെ അന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 11,250 രൂപയാണ് വിസയ്ക്കും ടിക്കറ്റും ഉള്ളത്. അങ്ങനെ അന്ന് കേരളത്തിൽ ഫ്ലൈറ്റ് ഇല്ല. ബോംബെയിൽ ചെന്ന് ബോംബെയിൽ നിന്ന് ദുബായിൽ പോയി. ഏകദേശം ദീർഘവർഷം ഞാൻ ദുബായിൽ ജോലി ചെയ്ത്, അന്നും ഞാൻ പള്ളിഭക്തനാണ്. ദുബായിലുള്ള സെന്റ് തോമസ് ചർച്ചിൽ എനിക്ക് അന്ന് മെമ്പർഷിപ്പ് ഉണ്ട്. തൊട്ടടുത്ത ദുബായിലുള്ള ഹോളി ട്രിനിറ്റി ചർച്ച്, പെന്തക്കോസ്റ്റ് ചർച്ചും ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഞാൻ അവിടെ സെന്റ് തോമസ് ചർച്ച് മെമ്പർഷിപ്പ് ഉണ്ട്. അവിടെ അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ മദ്യപാനം കൂടി 90-ൽ കുവൈറ്റ് യുദ്ധം നടക്കുന്ന സമയത്ത് ഞാനൊരു വലിയ ബാധ്യത, ദുബായിൽ ഒരു വലിയ ബാധ്യത. ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ, ഞാൻ ഒരുപാട് പൈസ സമ്പാദിച്ചു. ഒത്തിരി സ്വത്ത് മേടിച്ചു കൂട്ടി. അങ്ങനെ ഞാനൊരു അഹങ്കാരം എന്റെ ജീവിതത്തിൽ വന്നു. ഞാനൊരു സമ്പന്നനായ നിലയിലേക്ക് വന്നപ്പോൾ എന്റെ ഹൃദയമല്ലാതെ അഹങ്കരിച്ചു. അങ്ങനെ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് മുഴുകി. ചീട്ടുകളി, അന്നില്ലാത്തൊരു സ്വഭാവമായിരുന്നു, പക്ഷെ അവിടെ വെച്ച് ചീട്ടുകളിയും തുടങ്ങി. അങ്ങനെ എല്ലാവിധ വെറുക്കത്തിന്റെ അടിമത്വത്തിൽ കിടന്ന് എന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, എന്റെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ടു. കുവൈറ്റ് യുദ്ധം നടക്കുന്ന സമയത്ത് ഞാനൊരു വലിയ കടക്കാരനായി ദുബായിൽ നിൽക്കുന്നു. ആ സമയത്ത് എന്റെ സഹോദരങ്ങളെ ഒക്കെ ഞാൻ വിദേശത്ത് കൊണ്ടുപോയി. അവരെല്ലാം നല്ല നിലയിലാണ്. അത് മാത്രമല്ല, ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജീവിച്ചു വന്ന ഞാന് എന്നെ പോലെ കഷ്ടതയിലൂടെ ജീവിച്ച അനേക സ്നേഹിതന്മാരെ വിദേശത്ത് കൊണ്ടുപോയി ജോലി കിട്ടുന്നത് വരെ അവർക്ക് റൂം റെന്റും ഭക്ഷണവും കൊടുത്ത് അവരെ സംരക്ഷിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്റെ ജീവിതം മുഴുവൻ തകിടം മറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം നശിച്ചവനായി. എന്റെ ജ്യേഷ്ഠൻ എന്റെ കൂടെ ഒരു റൂമിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ക്യാൻസർ എന്നുള്ള രോഗം വന്ന് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി ഞാൻ ഒരു ബെഡ്ഷീറ്റിൽ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചു. ദുബായിൽ ഞാൻ താമസിക്കുന്നത് ദുബായ് എയർപോർട്ടിനടുത്ത് ഡനാറ്റ എന്ന് പറയുന്ന ദുബായ് എയർലൈൻ സെന്റർ ബിൽഡിങ്ങിന്റെ പുറകിലുള്ള ഒരു വില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ കൂടെ ബാച്ചിലേഴ്സ് ആയി താമസിക്കുമ്പോൾ അന്ന് 5 പേർ എന്റെ കൂടെ താമസിക്കുന്നുണ്ട്. അതിൽ എന്റെ ജ്യേഷ്ഠം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് രാത്രി ഉറങ്ങാതിരുന്നത് കൊണ്ട് എനിക്ക് അന്ന് ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ദിവസങ്ങളിൽ എന്റെ വല്യമ്മച്ചി പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത വചനം എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇടപെടുവാൻ തുടങ്ങി. എന്നോട് ആരോ ഒരാൾ ചോദിക്കുന്നു, നീ ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകും? നീ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? നീ ഇന്ന് മരിച്ചാൽ നിന്റെ ഭാര്യയെയും മക്കളെ ആര് നോക്കും? നീ ഇന്ന് മരിച്ചാൽ നിന്റെ കടബാധ്യത ആര് വിട്ടും? നീ ഇന്ന് മരിച്ചാൽ നിന്റെ ഭാര്യയെയും മക്കളെ ഒരു ലോകത്തിന്റെ മുമ്പിൽ ബാധ്യതയായി നീ ഇട്ടിട്ട് പോവുകയല്ലേ? നിന്നെ രക്ഷിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ് ഞാൻ എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം എന്റെ ഹൃദയത്തിൽ കേൾക്കാനിടയാ. അതുവരെ എനിക്ക് സ്തോത്രം ദൈവഭയം അകത്തുണ്ടെങ്കിലും ദൈവവചനം അങ്ങനെയുള്ള അറിവുകളോ കാര്യങ്ങളൊന്നോ എന്നും എനിക്കില്ല. മറ്റു കൂട്ടായ്മകളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ആ ഒരു നിലയിലൂടെ കടന്നു പോകുന്നു. പക്ഷെ അന്ന് മുതൽ എന്റെ അകത്ത് ഒരു വലിയ ഭയം വന്നു, മരണഭയം. എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് നരകത്തിലേ പോകത്തുള്ളൂ എന്നുള്ളൊരു ഉത്തമ ബോധം എന്റെ അകത്തുണ്ട്. പള്ളിയിലെ കുർബാനയിലും മറ്റു പലതിലും മുടങ്ങാതെ പങ്കെടുക്കുന്നു. ഞാൻ ഒരു ഞായറാഴ്ച പോലും കുർബാന മുടക്കാത്ത ഒരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതൊന്നും എന്റെ നിത്യതയ്ക്ക്, എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് കാരണമല്ല എന്ന് എനിക്ക് ബോധ്യം വന്നു.
ഞാൻ മരിച്ചാൽ നരകത്തിലേ പോകത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഉള്ളിൽ ഭയപ്പെട്ടു. എന്റെ അനുജൻ അന്ന് ദുബായിലുണ്ട്. അദ്ദേഹം എന്റെ മാനസിക പ്രയാസം കണ്ട് അദ്ദേഹത്തിന്റെ റൂമിൽ കൊണ്ടുപോയി. അന്ന് ഓട്ടോ ധ്യാന കേന്ദ്രം നടക്കുന്ന സമയത്ത് പാപ്പച്ചൻ പള്ളച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ആത്മാവും ജീവനും എന്നുള്ളൊരു പ്രസംഗത്തിന്റെ ഒരു ടോപ്പിക്ക്, ഒരു വിഷയം 14 കാസറ്റ് ഉണ്ട്. ഈ 14 കാസറ്റ് ഓഡിയോ കാസറ്റ് എന്നെ ഇട്ട് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്റെ അനുജൻ പറഞ്ഞു. ഞാൻ അന്ന് മുഴുവൻ അത് കേട്ടു. ഞാൻ കരഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ. പാത്രത്തിൽ തുരുത്തിയിൽ ക്ഷമിച്ചാൽ ധാരാളം കണ്ണുനീരുണ്ടാകും. അതുപോലെ എന്റെ കണ്ണിലൂടെ കണ്ണുനീർ, പാപബോധം വന്ന് എന്റെ കണ്ണിലൂടെ കണ്ണുനീർ ഇങ്ങനെ ഒഴുകുവാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എനിക്ക് കർത്താവിനെ അറിയത്തില്ല. കർത്താവെ, ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് എനിക്ക് രക്ഷ പ്രാപിക്കണം. പക്ഷെ എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റുന്നില്ല. മദ്യപാനം നിർത്തുകയില്ല. ഞാൻ രാവിലെ മദ്യപിക്കാൻ തുടങ്ങിയാൽ അവന് കിടക്കുന്നത് വരെ ആ സമയത്ത് എന്റെ കൈകാലുകൾ, രാവിലെ എഴുന്നേറ്റ് മദ്യപിച്ചില്ലെങ്കിൽ എന്റെ കൈകാലുകൾ വിറയ്ക്കും. എനിക്ക് വാഹനം ഓടിക്കാൻ കഴിയത്തില്ല, ജോലി ചെയ്യാൻ കഴിയത്തില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല. രാവിലെ എഴുന്നേൽക്കുന്ന മദ്യത്തോടു കൂടി ആയിരിക്കും. ഞാൻ ഈ ജനീജന്റെ റൂമില് ഞാൻ ഈ കാസറ്റ് കേൾക്കുന്ന സമയത്തും മദ്യപാനത്തോട് കേൾക്കുന്നു. പക്ഷെ എന്റെ അകത്ത് മനുഷ്യൻ അതിരുന്നുണ്ട് സംസാരിക്കുന്നു. പാപത്തിന്റെ ബോധം വന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കിതിൽ നിന്നൊരു മോചനം വേണം. എന്റെ അതിന് തൊട്ടടുത്ത ദിവസം എന്റെ കൂടെ ഒന്നിച്ച് മദ്യപിച്ച് നാട്ടിൽ ഉണ്ടായിരുന്ന എന്റെ കൂടെ പഠിച്ച ഒരു സ്നേഹിതൻ ദുബായിൽ എയർപോർട്ടിൽ വന്നു. ഞാനാണ് അദ്ദേഹത്തെ വിസ എടുത്ത് കൊണ്ടുപോയത്. അതിൽ 4 പേർക്ക് വിസ എടുത്ത് കൊണ്ടുപോയി. 4 പേരെ അവിടെ ഇറക്കി. ആ കൂട്ടത്തിൽ ഒരാള് സണ്ണി എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ ദുബായിൽ എയർപോർട്ടിൽ വന്ന് ഞാനൊരു സിഗരറ്റ് എടുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വലിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഞാനും ഇങ്ങനെ ആയിരുന്നു. ഗൾഫിൽ വന്ന ഉടനെ മൂല്യം നോക്കിയിട്ട് വേണ്ടാന്നൊക്കെ വെച്ചിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. റൂമിൽ വന്ന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വിസ്കി എടുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുടിക്കത്തില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു. പള്ളി ഭക്തനായിരുന്നു. എനിക്ക് ആ ഒരു വാക്ക് പുതിയ അറിവായിരുന്നു. ഞാൻ ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടോ? അതെ, ഞാൻ രക്ഷിക്കപ്പെട്ടു. എങ്ങനെ? ഞാൻ പോട്ടെ പോയ രക്ഷ കിട്ടുമോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അറിവിൽ ഞാൻ പോട്ടെ പോയി മാനസാന്തരപ്പെട്ടു. അതും എനിക്കൊരു പുതിയ അറിവായിരുന്നു. എന്റെ അകത്തൊരു ചിന്ത വന്നു, പോട്ടെ പോകണം, എനിക്ക് നശിച്ച ജീവിതത്തിന് മോചനം വേണം. ഞാൻ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് മേടിച്ചു. വിതിൻ 1 വീക്കിനുള്ളിൽ കുവൈറ്റ് എയർവേസിന് ഒരു സിംഗിൾ ടിക്കറ്റ് എടുത്ത് ഞാൻ നാട്ടിലെത്തി. ഞാനും എന്റെ ഭാര്യയും കൂടെ പോർട്ടയിൽ ചെന്ന് ആരും കാണാതെ ഞാൻ സിഗരറ്റ് വലിച്ച് ബാത്റൂമിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം 80 സിഗരറ്റ് എല്ലാവിധ ലഹരി ഒരു 10-20 മുറുക്കാൻ ഒരു ദിവസം ഞാൻ ഉപയോഗിക്കുന്ന മനുഷ്യരായിരുന്നു. മുറുക്കുമ്പോൾ ഞാൻ മദ്യപിക്കുമ്പോ മുറുക്കാൻ തുപ്പിക്കളയാതെ ഞാനൊരു നാക്കുകൊണ്ട് മുകളിലത്തെ ചിറിയുടെ അകത്ത് വെച്ച് അങ്ങനെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആരും കാണാതെ സിഗരറ്റ് വലിച്ച് ഇരിക്കുന്ന ഹോട്ടൽ ദിവ്യ ധ്യാന കേന്ദ്രത്തിന്റെ അകത്ത് ജെൻസ് കിടക്കുന്ന ഭാഗത്ത് ബാത്റൂമിൽ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഞാന് ഒരു ശബ്ദം കേട്ടു, ബാബു തോമസേ, നീ എന്തിനൂടെ വന്നു? ഞാന് വിചാരിച്ചു രജിസ്റ്ററിൽ പേര് നോക്കിക്കൊണ്ട് എന്നെ ആരോ വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും അടുത്ത പുകയും കൊണ്ട് എടുത്തപ്പോൾ വീണ്ടും ശക്തമായ ഒരു ശബ്ദം കേട്ടു. ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ആരുമില്ല. എനിക്കൊരു കാര്യം ബോധ്യം വന്നു. ശമൂവേൽ ബാലനെ കർത്താവ് വിളിച്ചതുപോലെ എന്നെ ഇവിടെ വെച്ച് കണ്ടു. എന്നെ വിളിക്കുന്നു. എനിക്കൊരു കാര്യം ബോധ്യമായി. എനിക്ക് ദൈവത്തിൽ നിന്ന് വിളിക്കാൻ സാധ്യമല്ല. എന്നെ കാണുന്നൊരു കണ്ണ്. ഹാഗാർ പറഞ്ഞു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടിരിക്കുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ലോകത്തിന്റെ മൂലയ്ക്ക് ഞാൻ ഒളിച്ചാലും എന്നെ കാണുന്നൊരു കണ്ണുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ അവിടെ വെച്ച് ആ ബാത്റൂമിൽ വെച്ച് എന്റെ സിഗരറ്റ് പാക്കറ്റ് ക്ലോസറ്റിലേക്ക് ഇട്ട്, ഞാൻ വലിച്ച സിഗരറ്റും ക്ലോസറ്റിലിട്ട് ഞാൻ അവിടെ വെച്ചൊരു ഉടമ്പടി ചെയ്തു. കർത്താവെ, എന്നോട് ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല. കർത്താവെ, ഇനി ഒരിക്കലും ഞാനിത് ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഞാൻ ഓഡിറ്റോറിയത്തിൽ വന്നു. അവിടെ ധ്യാനഗുരു പറയുന്നു, വീഡിയോ വലിയും സിഗരറ്റ് വലിയും നിർത്തിയവർ നിങ്ങളുടെ ലൈറ്റർ സിഗരറ്റ് ഇതിനകത്ത് കൊണ്ടിടാൻ. ഞാൻ ആദ്യം ഒന്ന് മടിച്ചു ലൈറ്റർ കൊണ്ടിടാൻ, കാരണം അത് വീട്ടിൽ ഉപയോഗിക്കാമല്ലോ. എന്റെ അകത്തിരുന്ന ഒരാള് വെറുതെ കൊണ്ടിടാൻ. അത് കഴിഞ്ഞ് വന്നിരുന്നപ്പോൾ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യം എന്റെ ഹൃദയത്തിന്റെ അകത്ത് ആരോ ലൗഡ് സ്പീക്കറിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. ആ സമയത്ത് എന്റെ ശരീരത്തിന് മെഴുകുരുകുന്നത് പോലെ വേർപ്പുരുകി എന്റെ ശരീരത്തിന് എന്തൊക്കെയോ മാറിപ്പോകുന്നത് കണ്ടു. ഞാൻ ദീർഘവർഷങ്ങൾ അനുഭവിക്കാത്ത ഒരു ഫ്രീനസ്, ഞാൻ സ്വതന്ത്രനായ ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരം പോലെ എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ശരീരത്തിലുണ്ടായിരുന്ന ദുർഭൂതങ്ങളൊക്കെ വിട്ടുമാറിയതാണ്.
ആമീൻ. അന്ന് രാത്രി ഞാൻ യേശുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റു പറഞ്ഞു. ഞാനൊരു ജീവിതം തീരുമാനമെടുത്തു. ഇനി ജീവിക്കുന്നത് യേശുവിന് വേണ്ടി ജീവിക്കും. പക്ഷേ സഭ മാറാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ തിരിച്ച് ഞാൻ ദുബായിൽ വന്നു. അതിനിടയ്ക്ക് എനിക്ക് കുറെ കേസും കോടതിയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ദൈവം എന്നെ കോടതിയിലെ കേസൊക്കെ എനിക്ക് അനുകൂലമായി വിധിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തിരിച്ചു ദുബായിൽ വന്ന് അവിടെ കരസ്മാറ്റിക് മീറ്റിംഗുമായി ബന്ധപ്പെട്ടു. ആ സമയത്ത് അവിടെ ഒരു ഇവാഞ്ചലിക്കലിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു യൗവനക്കാരനായിരിക്കുന്ന ദേവദാസൻ, അദ്ദേഹം തുടങ്ങിയ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്, നമുക്ക് പോകാം. ഞാൻ അവിടെ ബൈബിൾ ക്ലാസ്സിന് ചെന്നു. ബൈബിൾ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ പേര് ജെക്സി തോമസ് ഹല്ലേലൂയ എന്നാണ്. അന്ന് മാറാനാഥ ചർച്ചിന്റെ മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ സീനിയർ പാസ്റ്റർ ആയിരുന്ന ജെക്സി പാസ്റ്റർ ആണ് അന്ന് ഹല്ലേലൂയ അവിടെ ബൈബിൾ സ്കൂൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ബൈബിൾ ക്ലാസ് എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ആയി. ഞാനത് സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. അന്ന് പഠിപ്പിച്ചിരുന്ന വെളിപ്പാട് പുസ്തകം സ്നാനം എന്നുള്ള വിഷയത്തെ കുറിച്ചൊക്കെ വന്നപ്പോൾ എന്റെ അകത്തിരുന്നു കൊണ്ട് ഹല്ലേലൂയ ഒരു വ്യക്തി ആരോ പറയുകയാണ്, സ്നാനം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അവരൊക്കെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ ഒരു ചിന്ത എന്റെ അകത്ത് കയറി. സ്നാനം വേണ്ട എന്ന് ഞാൻ പറഞ്ഞ് ഏകദേശം 94 ജനുവരി 30 യേശുവിനെ കർത്താവിന് രക്ഷകനായി സ്വീകരിച്ചു. 95 ജൂൺ വരെയും ഞാൻ സ്നാനം വേണ്ട എന്ന് പറഞ്ഞു. 95 ജൂൺ മാസം 15-ാം തീയതി രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് എനിക്കറിയത്തില്ല. രാത്രി ഇവിടുത്തെ കേരളത്തിലെ സമയം 3 മണി, ദുബായ് സമയം 1:30 മണിയായപ്പോൾ ഞാൻ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്താണ് വിഷയം? എന്റെ അകത്ത് പെട്ടെന്ന് സ്നാനം എന്നുള്ള വിഷയം വന്നു. അതുവരെ ഞാൻ ചിന്തിച്ചിട്ട് ഇനി ഞാൻ പാപം ചെയ്താൽ എന്തി? അന്ന് രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു, നീ വീഴാനല്ല, വീഴാതെ വണ്ണം നിന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ നിർത്തുവാൻ ഞാൻ ശക്തനാണ്. അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു, ഇനി എനിക്ക് ദൈവ അവസരം തന്നാൽ സ്നാനപ്പെടണം. അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് കർത്താവിന്റെ ദാസനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അദ്ദേഹം ചോദിച്ചു, എന്തിനാ സ്നാനപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, എനിക്ക് കർത്താവിനോട് ചേരുവാൻ എനിക്ക് സ്നാനപ്പെടണം. അദ്ദേഹം പറഞ്ഞു, ഓൾ റൈറ്റ്, ഓക്കെ ബ്രദർ, നിന്റെ സ്നാനത്തിന്റെ കാര്യം ക്രമീകരിക്കാം. അങ്ങനെ 95 ജൂൺ മാസം 30-ാം തീയതി ഷാർജയിൽ ഒരു രാത്രി ഒരു കെട്ടിയിട്ട സ്നാനക്കുളത്തിൽ വെച്ച് ഞങ്ങൾ 18 പേർ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടു. കർത്താവിന്റെ കൃപയാൽ അദ്ദേഹത്തിന്റെ കൈ കീഴിൽ അന്ന് സ്നാനപ്പെട്ട 18 പേരും ഇന്ന് കർത്താവിന്റെ വേലയില്ല. ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം കർത്താവ് നടത്തി. 95, 96, 97 എന്റെ കടബാധ്യതകൾ മുഴുവൻ തീർന്നു. 98 ഞാൻ നാട്ടിൽ വന്നു. 1 രൂപ എന്റെ കയ്യിലില്ലാതിരിക്കുമ്പോൾ എന്റെ മകളുടെ വിവാഹം നടക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇതിനിടയിൽ എന്റെ അപ്പച്ചൻ മരിച്ചുപോയി, എന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. ഇവരെ 2 പേരെയും കാണാൻ എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം എനിക്ക് കേരളത്തിൽ കേസ് ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കേസാ. ഞാൻ കേരളത്തിൽ വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യും. എന്നാൽ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് 98 ഞാൻ നാട്ടിൽ വന്നു. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വാക്യപ്രകാരം വന്ന് കോടതിയിൽ വെച്ച് ഞാൻ ജാമ്യം എടുത്ത് എന്റെ കേസ് എനിക്ക് അനുകൂലമായി, എനിക്ക് വിരോധമായി കേസ് കൊടുത്തവർ എനിക്ക് അനുകൂലമായി മൊഴി കൊടുത്ത് അങ്ങനെ സറണ്ടറായി എന്റെ പാസ്പോർട്ട് തിരിച്ചു തന്ന് ഞാൻ കോടതിയിൽ പാസ്പോർട്ട് തിരിച്ചു തന്ന് ഞാൻ തിരിച്ചു ദുബായിലോട്ട് പോയി. അതിനിടയിൽ 1 രൂപ കയ്യിലില്ലാതെ എന്റെ മകളുടെ വിവാഹം നടത്തുവാൻ ദൈവം ഭാഗ്യുന്നു. ആവശ്യമായ പണമൊക്കെ ദൈവം തന്നു. 98 തിരിച്ചു ചെന്നു. ഞാൻ അന്ന് ഒരു വലിയ കൺഫ്യൂഷനിലാണ്. എന്റെ അകത്ത് കർത്താവിന്റെ വേല ചെയ്യണം. എന്റെ അകത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ എന്റെ ബുദ്ധി എന്നോട് പറയുന്നു, നിന്റെ കടം മാറിയതേ ഉള്ളൂ, മോൻ പഠിക്കാനുണ്ട്, വീട് വെച്ചിട്ടില്ല, നിന്റെ സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല, നാട്ടിൽ നീ പോയാൽ എങ്ങനെ ജീവിക്കും? അന്ന് ഞാന് വല്ലാത്തൊരു സാഹചര്യത്തിൽ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കിങ്സ് റിവൈവൽ എന്ന് പറയുന്ന ചർച്ച് ദുബായിലുണ്ട്. അദ്ദേഹം അതിന്റെ പാസ്റ്ററാണ്. ജെക്സി പാസ്റ്ററുടെ കൂടെ തന്നെ ഒരുമിച്ചുണ്ടായിരുന്ന ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരേ ദൈവദാസന്റെ കീഴിൽ അഭ്യസിച്ച ഒരു ദൈവവൃത്തനാണ് ദിൽകുമാർ എന്ന് പറഞ്ഞ ശ്രീലങ്കൻ പാസ്റ്റർ. അദ്ദേഹം ഇംഗ്ലീഷിലാണ് മെസ്സേജ് കൊടുക്കുന്നത്. ഏകദേശം 1000-ലധികം പേർ അദ്ദേഹത്തിന്റെ മീറ്റിംഗിലുണ്ട്. അന്ന് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് പത്രോസിനോട് ചോദിച്ച യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്റെ ഹൃദയത്തിൽ മലയാളത്തിൽ സംസാരിക്കാനിടയായി. ഞാനന്ന് അവിടെ ഇരുന്ന് പറഞ്ഞു,
കർത്താവേ ഞാൻ പോവാൻ തയ്യാറാണ്, ഞാൻ ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ തയ്യാറാണ്. അന്ന് വൈകിട്ട് ഇന്ന് അല്ലായിരിക്കുന്ന പി ജോബ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ദുബായ് കിങ്സ് പോളിറ്റീൻ ചർച്ചിൽ കോമ്പൗണ്ടിൽ ഒരു കൺവെൻഷൻ നടത്തുന്നു. ആ കൺവെൻഷനിൽ ദിൽകുമാറും ഉണ്ട്. പി ജോബിന്റെ കൺവെൻഷനിൽ വെച്ച് പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഈ അന്ന് ഓർഡർ കോൾ വിളിക്കുന്ന സമയത്ത് ഈ കിങ്സിലെ പാസ്റ്റർ ഞാൻ ആരാണെന്ന് അറിയത്തില്ല. അദ്ദേഹം എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ബ്രദർ, ദൈവം നിന്നെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ഓൾറെഡി ഞാൻ പോകാൻ ഡിസൈഡ് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ രണ്ടാമത് വീണ്ടും അദ്ദേഹം പലരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എന്റെ അടുക്കൽ വന്ന് വീണ്ടും പറഞ്ഞു, ബ്രദർ, യു ബിലീവ്, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. വീണ്ടും കുറച്ച് മുൻപോട്ട് വിട്ട് തിരിച്ചെന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദർ, യു ബിലീവ്, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാന് പൂർണ്ണമായി സമർപ്പിച്ചു. രാത്രി വന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്റെ ബുദ്ധി എന്നോട് പറഞ്ഞു, നിനക്ക് 2000 നവംബർ 17 വരെ വിസ ഉണ്ട്, നല്ല ശമ്പളം നിനക്കുണ്ട്, നിനക്ക് കുറച്ച് കാലം കൂടെ ഏൺ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യ്, 2 സപ്പോർട്ടേഴ്സിനെ കൊടുക്ക. നാട്ടിൽ 2 ദൈവവൃത്തന്മാരെ കൊടുക്ക. അന്ന് 85-ൽ 1998-ൽ 2000 രൂപ ഉണ്ടെങ്കിൽ ഒരു ദൈവദാസന് കേരളത്തിൽ സപ്പോർട്ട് ചെയ്യാം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് 2 വർഷത്തെ വിസ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പോകാം, ഞാൻ കർത്താവിന്റെ വിലയ്ക്ക് തയ്യാറാണ്. എന്നാൽ എനിക്ക് 2 വർഷത്തെ അവസരം തന്നെ, ഞാൻ എനിക്ക് പകരം 2 പേരെ നാട്ടിലേക്ക് അയക്കാം, നാട്ടിൽ സപ്പോർട്ട് ചെയ്യാം. അദ്ദേഹം എന്നോട് ദൈവം എന്നോട് ചോദ്യം ചോദിച്ചു, ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകും, നിനക്ക് പകരമായി നീ ആരെ അയക്കും എന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ച് ഒരു ടിവിയിൽ കാണിച്ചു തരുന്ന പോലെ 3 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ അമ്മ എന്നെ വളർത്താൻ കൊടുത്തത് മുതൽ അന്ന് വരെയുള്ള എന്റെ ജീവിതം മുഴുവൻ എന്നെ ഒരു ടിവിയിൽ കാണിക്കുന്ന പോലെ കാണിച്ചു തന്നു. ഞാന് കർത്താവിനോട്, കർത്താവേ, ഞാൻ മറ്റാരുമില്ല, എനിക്ക് പകരം അയക്കുവാൻ, എനിക്ക് പകരം അയക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല, ഞാൻ തയ്യാറാണ്. പക്ഷെ നീ എന്നോട് സംസാരിക്കും. എന്റെ കയ്യിൽ കാശില്ല, ഞാൻ എങ്ങനെ ജീവിക്കും? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിനക്കുണ്ട് എന്ന് നീ അറിഞ്ഞുകൊള്ളുന്ന എബ്രായ ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് ആമീൻ. ആ ശബ്ദം എന്റെ കാതുകളിൽ കേട്ടു. രണ്ടാമത് കർത്താവ് എന്നോട് പറഞ്ഞു, നീ പോകുന്നിടത്തൊക്കെ ഗെരസേനരുടെ ദേശത്ത് യേശു ചെന്നപ്പോൾ അവനെ എതിരേൽക്കുവാൻ കല്ലറകൾ അലറി വിളിച്ച ഒരു മനുഷ്യൻ വന്നു. അതുപോലെ ശുശ്രൂഷ ഉണ്ടാവും നിനക്ക്. ആമീൻ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട. ദൈവനോട് സംസാരിക്കാൻ. അടുത്ത ദിവസം രാവിലെ ഞാൻ എന്റെ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോകാൻ. അദ്ദേഹത്തിനോട് പറഞ്ഞു, നോ ബ്രദർ, നിനക്ക് സമയമായില്ല, സമയമാകുമ്പോൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞു, കർത്താവ് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു. ആരും അനുകൂലമല്ലായിരുന്നു, ദൈവം എനിക്ക് അനുകൂലമായി. അവിടുന്ന് വന്ന് പന്തളത്ത് തുമ്പോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്വതന്ത്ര പ്രവർത്തനം ആരംഭിച്ചു. അത് വളർന്നു. 1999 ആരംഭിച്ച പ്രവർത്തനം 2004 ആയപ്പോൾ അനേക പ്രവർത്തനമായിട്ട് മാറി. 2005 അത് ഷാരോൺ ഫെലോഷിപ്പ് അടച്ചുമായിട്ട് ചേർന്നു. ആ സമയത്ത് എന്റെ ഭാര്യ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. അവൾക്ക് ഷുഗർ രോഗമുണ്ടായി. അവൾ മരിച്ചു പോകുന്ന സാഹചര്യം വന്നു. ദൈവം അവളെ എനിക്ക് മടക്കി തന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ 2002 ഞാനൊരു ദീർഘ ഉപവാസത്തിൽ നിന്നു. അവൾ വീണ്ടും മരണത്തിലൂടെ കടന്നുപോയി. പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് തിരിച്ചു തന്നു. 2007 വീണ്ടും അവൾ ആ അനുഭവത്തിലൂടെ പോയി. 3-ാമത്തെ പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് മടക്കി തന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇനി അവളെ എന്നോട് ചോദിക്കരുത്. ഞാൻ സമയം കൊണ്ട് ചുരുക്കി പറയാം. അല്ലെങ്കിൽ അങ്ങനെ സഭ വളർന്നു, പ്രവർത്തനങ്ങൾ വളർന്നു. ധാരാളം ആളുകളെ കർത്താവിന്റെ വേലയ്ക്ക് എന്നോട് കൂടെ നിർത്തി ശുശ്രൂഷയ്ക്ക് പല സ്ഥലങ്ങളിൽ ആക്കി വയ്ക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം. എന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയതല്ല, അതിനേക്കാൾ വലിയ ഭാഗ്യം അനേകരെ കർത്താവിന്റെ വേലയ്ക്ക് ഒരുക്കിയെടുത്ത് അവിടെ ഇവിടെയായി ശുശ്രൂഷന്മാരാക്കി വയ്ക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ വേഗത്തിൽ വരട്ടെ. 2015 അല്ലെങ്കിൽ 2016 ഞാൻ നാസിക്കിൽ, ഇതിനിടയ്ക്ക് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകാൻ തുടങ്ങി. നോർത്ത് ഇന്ത്യയിൽ 14 സ്റ്റേറ്റുകളിൽ കർത്തൃവേലയിലായിരിക്കും. ഇപ്പൊ ഞങ്ങള് 3 വർഷം 2020 മുതൽ ഞങ്ങൾ ബീഹാറിലാണ്. 2020 ലാസ്റ്റ് മുതൽ ഞാനും ഷാൻഡിയും ബീഹാറിൽ കർത്താവിന്റെ വേലയിൽ കേരളത്തിൽ വന്നും പോയി നിൽക്കുന്നു. ബീഹാറിൽ ഇന്ത്യ മിഷനുമായിട്ട് ചേർന്നുള്ള ബന്ധത്തിൽ അവിടെ ഒരു പ്രയർ ടവർ ഉണ്ട്, അതിന്റെ ഇൻചാർജ് ആയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ പറയട്ടെ, 2016 ഞാൻ ദൈവത്തിന്റെ സ്തോത്രം നാസിക്കിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ
കർത്താവ് എന്നോട് പറഞ്ഞു 2017 ജനുവരി മുതൽ നീ കേരളം വിട്ട് യാത്ര ചെയ്യരുത്. കേരളത്തിൽ തന്നെ പ്രാർത്ഥനയായിട്ടിരിക്കണം. ഞാൻ കർത്താവിനോട് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. 2017 ജനുവരി മുതൽ കേരളം മുതൽ യാത്ര ചെയ്തില്ല. 2016 നോർത്ത് ഇന്ത്യ മുഴുവൻ 14 ജില്ലകളിൽ യാത്ര ചെയ്ത് മസ്കറ്റ്, കുവൈറ്റ്, മസ്കറ്റ്, ദുബായ്, സൗദിയ, ഈ 3 സ്ഥലങ്ങളിൽ പോവാൻ കർത്താവ് ഭാഗ്യം തന്നു. മസ്കറ്റിൽ 2 പ്രാവശ്യം പോയി, സൗദിയിൽ 2 പ്രാവശ്യം പോയി. എന്നാൽ 2017 യാത്ര ചെയ്തില്ല. 2017 മെയ് മാസത്തിൽ എന്റെ എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നത്. പീറ്റർ എന്നാണ് അവന്റെ പേര്. അദ്ദേഹം കോഴിക്കോട് ചക്കോക്കോട്ടിലെ പാസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് വിസിറ്റിംഗ് വിസയ്ക്ക് ദുബായിലോട്ട് കടന്നുപോയി. ഷാർജയിൽ വെച്ച് 2017 മെയ് മാസം 15-ാം തീയതി അവനൊരു അപകടം ഉണ്ടായി. അവന്റെ തലയോട്ടി മുഴുവൻ തകർന്നുപോയി. മരിച്ചെന്ന് പറഞ്ഞത് മാറ്റിയിട്ടു. ഷാർജയുള്ള അൽക്കാസിബി ഹോസ്പിറ്റലിൽ മരിച്ചെന്ന് പറഞ്ഞ ഡെഡ് ബോഡിയായി ഡോക്ടർ അതേ പോലീസുകാർ കൊണ്ടുപോയി. പോലീസുകാരുടെ പോലീസ് റിപ്പോർട്ടിൽ കിടക്കുന്നത് അൺനോൺ ബോഡി റോഡിൽ നിന്ന് കിട്ടിയെന്നാണ്. റോഡിൽ കിടന്നൊരു അൺനോൺ ബോഡി കിട്ടി. അവൻ മരിച്ചെന്ന് പറഞ്ഞാൽ മാറ്റിയിട്ടപ്പോൾ ഒരു നേഴ്സ് എന്ന് നോക്കുമ്പോൾ അവന്റെ കാലിന്റെ ചെറുവിരലിന് ഒരു ചെറിയ അനക്കം. നേഴ്സ് ഓടിച്ചെന്ന് ഡോക്ടറോട് പറഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ സതീഷ് കൃഷ്ണ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്റർ തയ്യാറാക്കി അവന്റെ തലയോട്ടി മാറ്റിവെച്ചു. തലയോട്ടി എടുത്ത് മാറ്റി. ദൈവത്തിന്റെ സ്തോത്രം. 24 മണിക്കൂർ സമയം പറഞ്ഞു. കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ മകൻ മരിച്ചു പോകത്തില്ല, മടക്കി തരും. ആ സമയത്ത് ഞാൻ 40 ദിവസം ഉപവാസത്തിലാണ്. എന്റെ സ്നേഹിതന്മാർ ദുബായിൽ ഒത്തിരി പേരുണ്ട്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഉപവാസത്തിന് 29-ാമത്തെ ദിവസമാണ് ഈ അപകടം. അവരെന്നോട് പറഞ്ഞു, വേഗത്തിൽ നീ വാ, നിനക്ക് ഞാൻ വിസാൻ ടിക്കറ്റ് എടുത്തരാം. 2 ദിവസങ്ങളിൽ എനിക്ക് വിസാൻ ടിക്കറ്റ് തന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വിസാൻ ടിക്കറ്റ് ഒക്കെ ഇരിക്കട്ടെ, ഞാൻ ദുബായിലോട്ട് വരുന്നത് എന്റെ ഫാസ്റ്റിംഗ് പീരീഡ് തീർന്ന് മെയ് മാസം 29-ന് തീരത്തുള്ളൂ. 30-ാം തീയതി ഞാൻ വരാം. എന്റെ സ്നേഹിതൻ എന്നോട് പറഞ്ഞത്, നീ ഒരു അപ്പനാണോ? നിന്റെ മകൻ മരണത്തിലൂടെ മല്ലടിക്കുന്ന മാക്സിമം 48 hours അതിനുള്ളിൽ നിന്റെ മകൻ മരിച്ചു പോകും. ഞങ്ങൾ ഡെഡ് ബോഡിയുമായിട്ട് നാട്ടിലോട്ട് വരാം. നീ ഒരു അപ്പനാണ്. നിന്റെ മകനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഉപവാസം ഇവിടെ വന്നിരിക്കത്തില്ലേ? ഞാൻ പറഞ്ഞു, ഒരു യുദ്ധത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു വേലയിലാണ്. അത് പൂർത്തീകരിക്കാതെ വരത്തില്ല. എന്റെ മോൻ മരിക്കത്തില്ല. ഞാനവിടെ വന്ന് അവനുമായിട്ട് മടങ്ങി വരും. ചുരുക്കപ്പെട്ട സമയം വളരെ ചുരുക്കമാണല്ലോ. മെയ് 29-ന് ഉപവാസം തീർന്നു. മെയ് 30-ന് ഞാൻ ഷാർജയിലെത്തി. 4.25 മാസം എന്റെ മോൻ കോമായിൽ കിടന്നു. ദുബായ് ഷാർജ അൽക്കാസിബി ഹോസ്പിറ്റലിൽ. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും വളരെ ഭയാനകമായ അനുഭവം. അവരെന്നോട് ചോദിച്ചു, പാസ്റ്ററെ, നിങ്ങൾ അപ്പനും മകനും ശുശ്രൂഷയില്ല, എന്തുകൊണ്ട് നിങ്ങൾ മകനത് വിടുവിക്കപ്പെടുന്നില്ല? അല്ലലിയ. അനേക ദൈവദാസന്മാർ എന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എവിടേക്കോ നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ട്. നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്ക്. എന്താ നിങ്ങളുടെ മകനെ ഇത് വിടുവിക്കാത്തത്? പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, എന്റെ മകൻ മരിക്കത്തില്ല, അവനെ മടക്കി തരുമെന്ന്. ഓരോ രാത്രിയും ദൈവം എന്നോട് സംസാരിക്കും, മടക്കി. പക്ഷെ യാതൊരു മാറ്റമില്ല. 4.25 മാസമായപ്പോൾ ഇന്ന് ഷാർജയിലുള്ള വിനയാടിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന സാബു തോമസ്, അദ്ദേഹം എന്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ജെസി, ഞാനും ഒന്നിച്ച് സ്നാനപ്പെട്ടതാണ്. അദ്ദേഹം അവിടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ രാത്രി അല്ലലിയ അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ രാത്രി വെളുപ്പിന് അദ്ദേഹം പ്രാർത്ഥിച്ചു പോയി. വെളുപ്പിന് 3 മണിയായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ശക്തമായി വന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ മകന്റെ വലത്തെ തുടയിലും ഇടത്തെ തുടയിലും എന്റെ 2 കൈ കൊണ്ട് എനിക്ക് ആരോഗ്യമുള്ളതുപോലെ അവന്റെ 2 തുടയ്ക്കും അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പീറ്റർ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക് എന്ന് ശക്തിയോടെ പറഞ്ഞു. എന്റെ മോൻ കണ്ണു തുറന്നു. ആ 4.25 മാസത്തിലുണ്ടായിരുന്ന അവന്റെ കോമ മാറി. അവന്റെ ഇൻഫെക്ഷൻ മാറി. കൂട്ടത്തിലും ബ്ലഡിലും ഒക്കെ ധാരാളം ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. 4-5 ബോട്ടിൽ ആന്റിബയോട്ടിക് ഒരുമിച്ച് അവന്റെ ശരീരത്തിൽ കയറുമായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ ഡോക്ടർ സതീഷ് കൃഷ്ണ വന്ന് കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് വാട്ട് എ മിറക്കിൾ? കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ ഇന്ന പോലെ ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, നിന്റെ ദൈവം, നീ സേവിക്കുന്ന ദൈവം അല്ലെങ്കിൽ അന്ന് എന്റെ മകനെ ദൈവത്തിന് സ്തോത്രം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. അവന്റെ ഫ്ലാപ്പ് തിരിച്ചു വെക്കാൻ, ഫ്ലാപ്പ് പൊടിഞ്ഞു പോയി. എന്നാൽ ടൈറ്റാനിയം കൊണ്ട് ഉണ്ടാക്കി വെച്ച തലയോട്ടി എന്റെ തലയിൽ വെച്ച് ഹല്ലേലൂയ വിത്തിൻ 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ നാട്ടിലെത്തി. എന്റെ മകനുമായി നാട്ടിലെത്തി. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആർക്കും പറയാൻ കഴിയാത്ത വലിയ നാട്ടുകാർ മുഴുവൻ അത്ഭുതം കൂടി എന്റെ മകനുമായിട്ട് നാട്ടിലെത്തിയത്. പക്ഷെ ആ സമയത്തും അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല, സ്റ്റിഫാണ്. ഒരാഴ്ചക്ക് ശേഷം ഞാൻ ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.
42 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മകൻ എന്റെ കയ്യിൽ പിടിച്ച് നടന്ന് എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ആളുകൾ എന്റെ മോനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആളുകൾ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ തടിച്ചുകൂടി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ മോനുമായി ഞാൻ നടന്നു വരും. അവരെന്നെ കളിയാക്കി, എനിക്ക് വട്ടുപിടിച്ചെന്ന ആളുകൾ ചിന്തിച്ചത്. പക്ഷേ 42ാമത്തെ ദിവസം എന്റെ മോൻ എന്റെ കയ്യാൽ പിടിച്ച് നടന്ന് എന്റെ വീട്ടിലേക്ക് കയറുന്നത് കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം. ദൈവം ഒരിക്കലും പോൾക്ക് പറയുന്ന ദൈവമല്ല. ദൈവത്തെ ചുരുക്കം പറട്ടെ. അല്ലെങ്കിൽ അവന് 42 ദിവസത്തെ ചികിത്സ, പിന്നെ തുടർന്നുള്ള 3 വർഷത്തെ അതികഠിനമായ ഫിസിയോതെറാപ്പി. എന്റെ മോന് എന്നെ പോലെ സാധാരണ നിലയിൽ വാഹനം ഓടിച്ച് കൃഷി ചെയ്ത് മിനിസ്ട്രി ചെയ്ത് ഇപ്പോൾ അവൻ ചത്തക്കുടിലെ പാസ്റ്ററായിട്ട് പോകുന്നു. സഭായ സൂക്ഷിച്ചില്ല, പൊതു ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ സ്തോത്രം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സമയത്ത് എന്റെ ഭാര്യ ക്യാൻസർ രോഗിയായി. അല്ലെങ്കിൽ അവൾക്ക് ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ഒരു മേജർ ഓപ്പറേഷൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നുണ്ടായി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. കർത്താവിനോട് പറഞ്ഞു, ഞാൻ അവളെ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് എടുക്കുകയാണെന്ന് പറഞ്ഞു. 2020 സെപ്റ്റംബർ 30 രാത്രി അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ ഏകനായി ഒറ്റപ്പെട്ടു, ആരുമില്ലാത്തവനായി മാറി. സ്തോത്രം, അല്ലല്ലിയ. എന്റെ മകൻ കുടുംബമായി അവർ വേറെ. ഈ സാഹചര്യത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച വേദനയ്ക്കും നീ അനുഭവിച്ച അവഹേളനത്തിനും ഒറ്റപ്പെടലിനും പകരം നിന്റെ കൂടെ നിൽക്കുവാൻ ഞാൻ ഒരാളെ തരും. അല്ലല്ലിയ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ വിചാരിച്ചു ഞാൻ ശുശ്രൂഷയിൽ കൊണ്ടുവന്ന മറ്റേതെങ്കിലും സഹോദരന്മാരായിരിക്കുന്നു. പക്ഷേ ഹല്ലേലൂയ, ശാന്തിയെ ദൈവം എനിക്ക് 2021 ഫെബ്രുവരി മാസം 24-ാം തീയതി എന്റെ ഭാര്യയായി ദൈവം എനിക്ക് നൽകി തരുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഇതിനിടയ്ക്ക് എന്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് എന്റെ മോനെയും എന്റെ ഭാര്യയെ രണ്ടുപേരെയും 2 കയ്യിൽ പിടിച്ച് ഞാൻ റോഡ് ക്രോസ് കാണുമ്പോൾ ആളുകൾ അതിശയം കൂറുമാറുണ്ട്. ഈ തലനിറച്ച പ്രായമുള്ള ഞാന് ഒരു വശത്ത് 40-38 വയസ്സുള്ള എന്റെ മോന്, മറുഭാഗത്ത് ക്ഷീണിച്ച എന്റെ ഭാര്യ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ രണ്ടുപേരെയും 2 കയ്യിൽ പിടിച്ച റോഡ് ക്രോസ് ചെയ്യുകയും ആശുപത്രിയിലൊക്കെ കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഞാൻ അനുഭവിച്ച വേദനയുടെയും കഷ്ടതയുടെ നടുവിൽ ദൈവം എനിക്ക് തുണ നിന്നു. ദൈവം എന്റെ പക്ഷത്തുണ്ടായിരുന്നു. ഒരു ദിവസം പോലും എന്റെ മിനിസ്ട്രി, ഈ കട്ടറിയൊക്കെ വന്നിട്ടും എന്റെ മിനിസ്ട്രി, ഒരു ശുശ്രൂഷ ഒരു ദിവസം പോലും, ഒരു മീറ്റിംഗ് പോലും നിർത്തുവാൻ ദൈവം അനുവദിച്ചില്ല. ഷാർജ 4.25 മാസം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ദൈവത്തിന് സ്തോത്രം, എന്റെ മോനെ ഞാൻ നേഴ്സുമാരുടെ അവിടെ ഏൽപ്പിച്ചിട്ട് ഷാർജയിലുള്ള ചർച്ചുകൾ മുഴുവൻ ഞാൻ എന്നെ ക്ഷണിച്ച് അവിടെ പോയി മീറ്റിംഗ് കഴിഞ്ഞ് ഞാനതുപോലെ ഓടി എന്റെ റൂമിലേക്ക് വരും. വന്ന് ആദ്യം പോയി കുളിച്ചിട്ട് എന്റെ ഡ്രസ്സ് മാറിയിട്ട് ആ റൂമിൽ എന്റെ മോന്റെ അടുക്കൽ വരുന്നത്. 2021 ശാന്തിയെ ദൈവം എനിക്ക് ഭാര്യയായി തന്നു. കഴിഞ്ഞ 3.5 വർഷം കഴിഞ്ഞു. അല്ലല്ലിയ, ഞങ്ങള് സന്തോഷത്തോടെ കുടുംബജീവിതത്തിൽ നിൽക്കുന്നു. ഇന്ന് 16 ദിവസമായി ഉപവാസത്തിന് പ്രാർത്ഥനയും ഞാനും ശാന്തിയും എന്റെ കൂടെ ചേർന്ന് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ജോജ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ വയസ്സ് 40, അദ്ദേഹത്തിന്റെ ഭാര്യ സരിത, അവരും എന്റെ കൂടെ 40 ദിവസം ഉപവാസത്തിലാണ്. ഞാൻ ശുശ്രൂഷയിൽ കൊണ്ടുവന്ന ഒരു ദൈവവൃത്തൻ ബീഹാറിൽ കർത്താവിന്റെ വേലയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജിജി ജോസഫ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായി കടന്നു പോകാൻ കർത്താവ് ഭാഗ്യം തന്നു. കർത്താവ് അനുവദിച്ചാൽ ഈ ഉപവാസ പ്രാർത്ഥന സെപ്റ്റംബർ മാസം 22-ാം തീയതി തീരും. 25-ന് ഞാനും ശാന്തിയും കൂടെ UAE-യിലേക്ക് ഒരു ചെറിയ ഷോർട്ട് വിസിറ്റിങ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സമയം അതിക്രമിച്ചല്ലോ. കർത്താവിന്റെ വരവ് താമസിക്കുന്ന മുമ്പിൽ ഇനിയും അനേകരെ കർത്താവിന്റെ വേലയ്ക്ക് ഒരുക്കിയെടുക്കുവാൻ ഒരു വലിയ ദർശനം കർത്താവിന്റെ അകത്ത് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ബൈബിൾ കോളേജിലിട്ട് പഠിപ്പിക്കുന്നതല്ല. അവരെ കർത്തൃവേലയിൽ എന്റെ കൂടെ നിർത്തി ശുശ്രൂഷ എന്താണെന്ന് കാണിച്ച് കൃപാവരങ്ങളുടെ ശുശ്രൂഷ, ഒരു ഇമ്പാർട്ടേഷൻ, കൈമാറ്റത്തിന്റെ ശുശ്രൂഷ അവരിലൂടെ ചെയ്തെടുക്കുന്നത് കാണുവാൻ കർത്താവ് ഞാൻ ശരണപ്പെടുന്നു. ഒരുപാട് ഭ്രാന്തന്മാരെ പ്രാർത്ഥിച്ച് സൗഖ്യമാകുവാൻ, ദൈവം സൗഖ്യം കൊടുക്കുന്നത് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ബീഹാറിൽ 22 വർഷമായി ചങ്ങലയിൽ കെട്ടിയിട്ട ഒരു ബീഹാറി പ്രാർത്ഥിച്ച് ദൈവം സൗഖ്യം കൊടുത്തു. അതുപോലെ ധാരാളം ആളുകൾ ബീഹാറിൽ സൗഖ്യമായി. കാനത്ത് വന്ന് 2004-ൽ ആദ്യം ഞാൻ സ്നാനപ്പെടുത്തുന്നത് 22 വർഷം മാനസരോഗിയായ ഒരു പാപ്പച്ചന്റെ ധർമ്മയാണ്. അദ്ദേഹം ഇവിടെ വന്നാണ് സൗഖ്യമാകുന്നത്.
അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യം. ഇപ്പൊ അദ്ദേഹം കർത്താവിന്റെ വേറൊരു IPC ബന്ധത്തിലാണ്. കർണാടകയിലുള്ള അല്ലലിയ ഒരു യൗവനക്കാരൻ 50 ദിവസം എന്റെ ഇവിടെ വീട്ടിൽ താമസിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം സൗഖ്യമാകാനിടയായി. എന്റെ ഒരു ദർശനമാണ് ആളുകളെ താമസിപ്പിച്ച് വിടുതലില്ലാത്തവരെ പ്രാർത്ഥിച്ച് വിടുവിക്കപ്പെടുകയും അവർക്ക് ഭക്ഷണവും താമസവും താൽക്കാലികമായി കൊടുത്ത് വിടുവിക്കുമ്പോൾ അവരെ പറഞ്ഞു വിടുന്നു. കർത്താവ് അനുവദിച്ചാൽ 2025 അതിനേക്കുള്ള ഒരു ചിന്തയും ദർശനവും എനിക്കുണ്ട്. ഇവിടെ നിരന്തരമായി ലൈവ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്രാർത്ഥന അല്ല, ഇവിടെ താമസിച്ച് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ഇവിടെ ഒരുക്കിയെടുക്കുവാനുള്ള ഒരു ദർശനം ദൈവം ദീർഘവർഷം മുമ്പേ എനിക്ക് തന്നു. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിന് ഒരു താമസമെങ്കിൽ എന്റെ യാത്ര എന്ന് പറയുന്ന നിത്യതയ്ക്കുള്ള യാത്ര ദൈവം നീട്ടി തന്നാൽ അത് ചെയ്യുവാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ക്രമീകരണങ്ങളൊക്കെ ദൈവം ചെയ്തു തരണം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരും ഈ മീറ്റിംഗിന്റെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസയും കുടുംബവും എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അസാധാരണമായ പ്രവൃത്തി ചെയ്യുവാൻ വിവിധ നിലയിലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 16ാമത്തെ ദിവസമാണ് ഞാൻ. അല്ലലിയ പറയട്ടെ, കർത്താവിന്റെ കൃപയാൽ എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും 2 മണിക്കൂറെങ്കിലും ദൈവം ശുശ്രൂഷിക്കാത്ത ഒരു ദിവസമില്ല. കാരണം അതെന്റെ ബലമാണ്. ഞാൻ ദൈവം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഒരു അസാധാരണമായ ദൈവശക്തി അനുഭവിക്കുന്നുണ്ട് എന്റെ ശരീരത്തിൽ. വചനം ശുശ്രൂഷിക്കാത്ത ദിവസം ഞാൻ ക്ഷീണിതനായിരിക്കും. ഞാൻ ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ അത് തന്നെ പറയാറുണ്ട്. നിങ്ങൾ ഗസ്റ്റ് പാസ്റ്ററെ വിളിച്ചോ, ഹല്ലേലൂയ, നിങ്ങൾ മറ്റു ദേവദാസന്മാരെ വിളിച്ചോ, പക്ഷേ ഹാഫ് ആൻ അവറെങ്കിലും നിങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ദൂത് ജനത്തോട് പറഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആത്മാവിനും അത് ശക്തിയും ബലവും പ്രാപിക്കാൻ കഴിയും. അത് മാത്രമല്ല, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ, നിങ്ങളുടെ വിശ്വാസിക്ക് കൊടുക്കാൻ വേണ്ടിയാകും. ആകട്ടെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അവസരം തന്ന ദൈവദാസിയോടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് 2 മക്കള്, ഷാൻഡിക്ക് 3 മക്കള്, ഞങ്ങൾക്ക് 3 പേർക്കൂടെ 5 മക്കള്. ഹല്ലേലൂയ. ഞങ്ങളുടെ 5 മക്കൾക്ക് 8 കൊച്ചുമക്കൾ. ഞങ്ങൾക്ക് 2 പേർക്കൂടെ ഒരു മോനെ ഉള്ളൂ. അവനാണ് ഈ അപകടത്തിൽപ്പെട്ടത്. കർത്താവിന്റെ കൃപയാൽ ഇന്ന് ശക്തനായ ശുശ്രൂഷകനായി നിൽക്കുന്നു. അവനെ പ്രാർത്ഥിച്ച ലോകമെങ്ങും 2017 അവന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വലിയ കൂട്ടമുണ്ട് ലോകമെങ്ങും. ഈ വിഷയം അറിയാവുന്ന അവിടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നോസ് കള്ളെന്ന് പറഞ്ഞ ഒരു തലമുടി കെട്ടിയ ഒരു ഫോട്ടോ വന്നിരുന്നു. അതെന്റെ മകനായിരുന്നു, പീറ്റർ ബാബു എന്ന അവന്റെ പേര്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ഞങ്ങളെ നടത്തുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കഴിഞ്ഞ 30 വർഷമായി ഒരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കുവാൻ ദൈവം ഭാഗ്യത. ഞങ്ങൾ ബീഹാറിൽ പോയി. ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇവിടുന്ന് 1 രൂപയും സപ്പോർട്ട് വാങ്ങരുത്. നിന്നെ ഞാൻ കൂലിക്കാരനായിട്ടല്ല ഇങ്ങോട്ട് അയച്ചത്, നിന്നെ പോറ്റാൻ ശക്തനാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ബീഹാറിൽ നടത്തി തരും. എന്തെല്ലാം ആവശ്യമുണ്ടോ ഞങ്ങളുടെ ടിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. 1 രൂപ ശമ്പളം മേടിക്കാതെ ഇന്ന് വരെ നിൽക്കുവാൻ കർത്താവ് ഭാഗ്യം. അന്നവൻ പറഞ്ഞ വാക്ക്, ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനും ആടുകളുടെ ഇല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകും. ഞാൻ നിന്നെ കൂലിക്കാരനായിട്ടല്ല തിരഞ്ഞെടുത്തത്, നീ അപ്പന്റെ ആടുകളെ മേയ്ക്കുന്നില്ല. എന്റെ ഹൃദയത്തിൽ വന്ന ദാവീദ് പറഞ്ഞു, ഞാൻ അപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരടി വന്നു, സിംഹം വന്നു, നീ അപ്പന്റെ ആടിനെ മേയ്ക്കുന്നവനാ. അതുകൊണ്ട് നീ ഒരിക്കലും ഇന്ന് വരെ കൂലി ഇല്ലാതെ നിൽക്കുവാൻ ദൈവം ഞങ്ങളുടെ സകല ആവശ്യങ്ങൾ ഒന്നുമില്ലാത്ത സകലം നൽകി തരും. ഇപ്പോ ഒരു 50 ലക്ഷം രൂപയുടെ ഹാളും സെമിത്തേരിയും പാഴ്സനേജും എല്ലാം ഉണ്ട്. ദൈവമക്കളൊന്നും ഇതെല്ലാം ഞാൻ ഷാരോൺ പരീക്ഷ എഴുതി വെച്ചു. ഞങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ഇതെല്ലാം ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് കിട്ടിയത്, കർത്താവിന്റെ വേലയ്ക്ക് അതിനെ എഴുതി വെച്ചു. ഞങ്ങളുടെ 2 പേരുടെയും മരണശേഷം ഷാരോൺ പരീക്ഷത്തിന്റെ ഒരു പ്രസ്ഥാനമായിട്ട് എഴുതി വെച്ച് അവർക്കിത് പോക്കറോ ചെയ്ത് അവർക്ക് കരപടയ്ക്കാനുള്ള എല്ലാ ക്രമീകരണവും ഇന്ന് കർത്താവ് വിളിച്ചാൽ സന്തോഷത്തോടെ പോകാൻ ഒരു ബാധ്യതയില്ല. ആരോടും ഒന്നിനോടും ഒരു ബാധ്യതയില്ല. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവന്റെ നാഥന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ പോകുവാൻ. ആമീൻ, ഹല്ലേലൂയ. ചേരുന്ന വേഗത്തെ ഇമ്പ വീടാതെ കാണുന്ന അന്നാളിൽ
പ്രിയൻ പൊന്മുഖ ചേരുന്ന വേഗത്തിൽ ഇമ്പാവിടാതെ കാണുന്ന അന്നാള് പ്രിയൻ പൊന്മുഖം. നൽകിയ നല്ല അവസരത്തിന് ആ സ്തോത്രം. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്ററെ, സാക്ഷ്യം പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഇപ്പൊ ഇരുന്ന് കേട്ട പോലെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തീർന്ന പോലെ അങ്ങ് തോന്നിപ്പോയി. കർത്താവിനാൽ നയിക്കപ്പെട്ട അനുഗ്രഹീതമായ സാക്ഷ്യം. ഈ ഉപവാസത്തിന്റെ 16ാമത്തെ ദിവസവും അതിശക്തിയോടെ കർത്താവിന് വേണ്ടി അതിശക്തമായി ബലപ്പെടുവാൻ, ബലത്തോടെ നിന്ന് കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ സാക്ഷിക്കുവാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതേ കാലേബോ തന്റെ 80ാമത്തെ വയസ്സിലും താൻ ബലപ്പെട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ബലത്തോടെ നിന്ന് കർത്താവിനെ സേവിക്കുന്ന അനുഗ്രഹീതമായ അനുഭവ സാക്ഷ്യം പ്രിയ പ്രേക്ഷകരെ, കർത്താവ് നമ്മളെ കേൾപ്പിക്കുവാൻ തക്കവണ്ണമിടയായി. കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രത്യേകാൽ ഞങ്ങളൊക്കെ പത്രമാധ്യമത്തിൽ കൂടി തന്റെ മകന്റെ പാസ്റ്റർ പീറ്റർ ബാബുവിന്റെ കാര്യങ്ങൾ കേട്ടതായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ബാബു പാസ്റ്ററുടെ മകനാണ് എന്ന്. എങ്കിലും കർത്താവ് വിടുവിച്ചു. ഞങ്ങളൊക്കെയും പ്രാർത്ഥിച്ചിരുന്നു അതിനുവേണ്ടി. കർത്താവ് വിടുവിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്തു. മാത്രമല്ല, കർത്താവിന്റെ വിളിയുടെ ശബ്ദം തന്റെ കാതുകളിൽ മുഴങ്ങി. കർത്തൃവേലയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ട് ലോകത്തിന്റെ സകലവിധമാകുന്ന അഴുക്കുചാലുകളിൽ നിന്നും വിളിച്ചു പുറത്തു കൊണ്ടുവന്ന് വിശുദ്ധീകരിച്ച് അവൻ ഉടമസ്ഥന് ഉപയോഗമുള്ള ഒരു മാനപാത്രമാക്കി തീർത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ സാക്ഷ്യം അനേകായിരങ്ങൾക്ക് കർത്താവേ പ്രയോജനമുള്ളതാക്കി തീർക്കണമേ. ഈ സാക്ഷ്യം ഏതൊക്കെ രാജ്യത്ത്, ഏതൊക്കെ കോണുകളിൽ, ആരുടെയൊക്കെ കാതുകളിൽ എത്തുന്നുവോ അവരുടെ ഹൃദയങ്ങളെ എല്ലാം സ്പർശിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. കർത്താവേ, അന്ത്യം വരെയും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കണമേ കർത്താവേ. അങ്ങയുടെ കാഹളധ്വനി കേൾക്കും വരെ ഇല്ല കർത്താവേ, ഈ ലോകത്തുനിന്ന് അങ്ങയുടെ വരവോ ഞങ്ങളുടെ മരണമോ ഏതെന്നറിയുന്നില്ല. ഏത് തന്നെയായിരുന്നാലും കർത്താവേ, ഞങ്ങൾ ഒരു കത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ. ഈ സാക്ഷ്യം അനേകരിൽ എത്തിക്കുമ്പോൾ അനേകര് കർത്താവേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് തങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുവാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ, മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ കർത്താവ് ഇടയാക്കിയാട്ടെ. അതിനായി ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്തദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളോടൊത്ത് ഇത്രയും സമയം ഈ ഫാസ്റ്റിങ്ങിന്റെ നടുവിലും അതിശക്തമായി സാക്ഷിക്കുവാനും തിരുവചനത്തിലെ വാക്യങ്ങള് ഓരോന്നോരോന്നായി ഉരുവിട്ടുകൊണ്ട് ഞങ്ങളോട് സംസാരിപ്പാനും ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വളരെ നന്ദി. ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിന്. തുടർന്ന് കർത്താവ് വേലകളെ മാനിക്കട്ടെ. ഇനി മുൻപോട്ടുള്ള എല്ലാ ഗമനങ്ങളെയും പൂർത്തീകരിക്കുന്ന കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തുടർന്ന് ഞങ്ങളുടെ പ്രയർ ലൈനിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ.